ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇഫ്താർ സ്നാക്സ് എന്ന് പറയുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ബീഫ് സ്പ്രിംഗ് റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മെയിനായിട്ട് വേണ്ടത് ബീഫ് ഉപ്പും മഞ്ഞളും കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അരച്ചെടുക്കുക. ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കാം. മീറ്റ് ഇല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. മീറ്റ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത്. റോളിന് വേണ്ടിയിട്ടുള്ള ദോശ ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടിയും പാലും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് തയ്യാറാക്കി വെക്കണം. ഒരു റണ്ണിങ് കൺസിസ്റ്റൻസി രൂപത്തിലായിരിക്കണം. ദോശ നൈസായിട്ട് ചുട്ടെടുക്കണം. റോൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയും വെള്ളവും ചേർത്ത് കട്ടിയിൽ മിക്സ് ചെയ്ത് ഗം രൂപത്തിൽ എടുത്ത് വെക്കണം. ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ദോശയുടെ സെൻട്രലായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ദോശ രണ്ട് സൈഡിൽ നിന്നും സെൻട്രലിലോട്ട് മടക്കി താഴെ നിന്ന് മുകളിലോട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദ അറ്റത്ത് തേച്ച് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ചുട്ടെടുത്ത ദോശയൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുക്കണം. അതിനു മുമ്പ് ബ്രെഡ് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുക്കുക. അതേപോലെ മുട്ട ഒടിച്ചിട്ട് അതിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് വെക്കണം. എന്നിട്ട് ഈ മുട്ടയിൽ മുക്കി ബ്രെഡ് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. എന്നിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് അങ്ങനെ ബീഫ് സ്പ്രിംഗ് റോൾ റെഡി ആയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ടേസ്റ്റും അടിപൊളിയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താർ സ്നാക്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും വീഡിയോസ് കാണാം. ബൈ ബൈ.